Hello dears, welcome back to ISK Easy English. Okay, dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാവ് എന്നുള്ള വെർബാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമ്മളെ കൂടെ റിച്ചു കൂടി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ റിച്ചു ഒന്ന് ഹായ് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാവ് എന്നുള്ള വെർബാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് എന്നുള്ള റിച്ചു കേട്ടില്ലേ? എന്താ ഹാവിൻ്റെ അർത്ഥം? ഉണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ഹാവ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ എന്താണ് ഹാവ്, ഫസ്റ്റ് നമ്മൾ അതറിയണം. എന്തൊരു കാര്യമാണെങ്കിലും അത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണെന്ന് അറിയണം. അപ്പോൾ നോക്കൂ, ഹാവ് എന്നുള്ളത് നമ്മൾ വെർബായിട്ടും ഉപയോഗിക്കും, ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും. വെർബായിട്ടും ഉപയോഗിക്കും, ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും. അപ്പോൾ നോക്കൂ, ഇനി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വെർബായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാവ് എന്നുള്ളത് ഒന്നാമത്തെ രൂപം ബേസ് ഫോം ആണ്. ഒന്നാമത്തെ രൂപം ബേസ് ഫോം. ഇനി ഹാവിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ഹാഡ് എന്നുള്ളത്. നമ്മൾ രണ്ടാമത്തെ രൂപത്തിന് പാസ്റ്റ് എന്നാണ് പറയാം. എന്താ പറയാ? അപ്പോൾ രണ്ടാമത്തെ രൂപത്തിൽ നമ്മൾ പാസ്റ്റ് എന്നാണ് പറയാം. മൂന്നാമത്തെ രൂപത്തിന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയാ. എന്താ പറയാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് മൂന്നാമത്തെ രൂപം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഹാവ്. ഹാവ് ആണ് ഒന്നാമത്തെ രൂപം. ഈ ഹാവ് എന്ന ഒന്നാമത്തെ രൂപത്തിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ അവർക്ക് പറയാം കേട്ടോ. ഒന്നാമത്തെ എക്സാമ്പിൾ, ഐ ഹാവ് എ ഡോഗ്. ഐ ഹാവ് എ ഡോഗ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഐ ഹാവ് എ ഡോഗ് എന്താ അർത്ഥം? എനിക്കൊരു ഡോഗ് ഉണ്ട്. ഐ ഹാവ് എ ഡോഗ്. നിനക്കെന്താ ഉള്ളത്? സൈക്കിൾ നമ്മൾ ഇംഗ്ലീഷിൽ ബൈസൈക്കിൾ എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്താ പറയാ? ഐ ഹാവ് എ ബൈസൈക്കിൾ. എന്താ പറയാ? ഐ ഹാവ് എ ബൈസൈക്കിൾ. എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് they have books. they എന്ന് പറഞ്ഞാൽ അവർ കേട്ടോ. they have books. we പറഞ്ഞാൽ നമ്മൾ. we have a party. നമുക്കൊരു പാർട്ടി ഉണ്ട്. പാർട്ടി നമ്മൾ ഫംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, പരിപാടികൾ, കല്യാണം പോലെയുള്ള പരിപാടിക്കാണ് എന്ത് പറയാം? പാർട്ടി എന്ന് പറയാം. അപ്പൊ we have a party, നമുക്കൊരു പാർട്ടി ഉണ്ട്. they have books. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ സെന്റൻസിൽ ഇപ്പോ we have a party. അപ്പൊ ഈ സെന്റൻസിൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? കുറെ ആൾക്കാരുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ? ഒന്നിൽ കൂടുതൽ ഒരുപാട് ആളുണ്ടാകുമ്പോഴാണ് വി എന്ന് പറയാം. ഒരുപാട് ആളുകൾ. അപ്പൊ ഒരുപാട് ആളുള്ളപ്പോഴാണ് ഹാവ് ഉപയോഗിക്കാം. ഒരുപാട് ആളുള്ളപ്പോഴാണ് എന്ത് ഉപയോഗിക്കാം? ഹാവ് ഉപയോഗിക്കാം. ഹാവിന്റെ അർത്ഥം എന്താ? ഉണ്ട് കേട്ടോ. മനസ്സിലാക്കിക്കോ. ഒരുപാട് ആളുകൾ ഉള്ളപ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക. ഹാവിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. എന്താ അർത്ഥം? ഉണ്ട്. വി ഹാവ് എ പാർട്ടി, നമുക്കൊരു പാർട്ടി ഉണ്ട്. ദേ ഹാവ് ബുക്സ്. ദേ എന്ന് പറഞ്ഞാലും ഒരുപാട് ആളുകളാണ്. നമ്മളിപ്പോ ഇവിടെ ഉള്ള ആളുകൾ, ഇപ്പോ നമ്മൾ രണ്ടാളും നമ്മൾ വി എന്നാ പറയാം. നമ്മൾ രണ്ടാളും വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടോ. നമ്മൾ രണ്ടാളും. അപ്പൊ ഞങ്ങൾ രണ്ടാളുമാണ് എന്ത് ചെയ്യണത്? ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും. ഇനി അവിടെ പുറത്തുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താ മലയാളത്തിൽ പറയാം? ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്ക് അവർ എന്നാ പറയാം. പുറത്തുള്ള ആൾക്കാർക്ക് എന്താ പറയാ? അവര്. ഇവിടെ ഉള്ള ആൾക്കാർക്കോ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കാണ് വി എന്ന് പറയാ. പുറത്തുള്ള ആളുകൾക്ക് എന്താ പറയാ? അവർ എന്നാ പറയാം. ഈ അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ദേ പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴും നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കാം. അപ്പോഴും എന്താ ഉപയോഗിക്കാം? ഹാവ്. ഹാവ് എന്ന് പറയാ. ദേ ഹാവ് ബുക്സ്. അവർക്ക് പുസ്തകമുണ്ട്. അപ്പൊ ആ സെന്റൻസ് ഒന്നുകൂടി പറയാട്ടോ. വി ഹാവ് എ പാർട്ടി, നമുക്കൊരു പാർട്ടി ഉണ്ട്. അപ്പൊ ഈ സെന്റൻസിൽ വി എന്നുള്ളത് വെർബല്ല, അതൊരു പ്രോനൗണാണ്. എന്നാൽ ഹാവ് എന്നുള്ളത് വെർബാണ്. പാർട്ടി എന്നുള്ളത് ഒരു നാമമാണ്. പാർട്ടി എന്താ? നാമം. പാർട്ടി എന്നത് ഇതിന്റെ പേരല്ലേ? കല്യാണം പോലെയൊക്കെയുള്ള ഒരു പരിപാടിയുടെ പേരാണ് എന്ത്? പാർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ വി ഹാവ് എ പാർട്ടി. അപ്പൊ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് അല്ലാതെ വേറൊരു വെർബ് ഇതിലില്ല. ഒരൊറ്റ വെർബ് ഉള്ളതിൽ. ഏതാ ഒറ്റ വെർബ്? ഹാവ്. ഏതാണ്? ഹാവ്. ഒരു വെർബ് ഉള്ളൂ. ആ ഒരു വെർബാണ് ഏത്?
ഹാവ് എന്നുള്ളത്. ഈ സെന്റൻസിൽ വേറെ വെർബില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സെന്റൻസിൽ മെയിൻ വെർബായിട്ടാണ് ഹാവ് ഉപയോഗിച്ചത്. അപ്പൊ മെയിൻ വെർബായിട്ട് ഹാവ് ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസിൽ വേറെ വെർബ് ഉണ്ടാവില്ല, ഹാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിള് ദേ ഹാവ് ബുക്സ്, എത്ര ആൾക്കാരുണ്ട്? കുറെ ഉണ്ട്. വി ഹാവ് എ പാർട്ടി, എത്ര ആൾക്കാരുണ്ട്? ഞങ്ങൾ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? രണ്ട്. നമ്മളിപ്പോ രണ്ടുള്ളൂ. പക്ഷെ രണ്ടിന് മാത്രമല്ല, രണ്ടിൽ കൂടിയാലൊക്കെ എന്തെന്നെ പറയാം? ഹാവ് തന്നെ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഐ ഹാവ് എ ഡോഗ്, ഐ പറഞ്ഞ എത്ര ആളുണ്ട്? ഒരാള്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരാളുള്ളൂ. പക്ഷെ ഇംഗ്ലീഷില് ഐ എന്നുള്ളതിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐന്റെ കൂടെ നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. ഇനി നോക്കൂ, ഇനി ഒരാള് വരുന്ന വാക്കുകളാണ് ഹീ എന്നുള്ളത്. അവൻ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരാള്. അവൻ ഒരാൾ. അവർ എന്ന് പറഞ്ഞാലാണ് ഒരുപാട് ആള്. അവർ എന്ന് പറഞ്ഞാല് ഒരുപാട് ആള്. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ. ഷീ എന്ന് പറഞ്ഞാലോ അവൾ. എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരാള്. തെറ്റിക്കരുത് കേട്ടോ. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഒരാള്. ഷീ എന്ന് പറഞ്ഞാല് അവൾ, ഒരു പെണ്ണ്. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി. ഷീ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തൊരു സാധനം. അതിപ്പോ എന്താവാം? ഒരു കോഴിയാവാം, ഒരു പൂച്ചയാവാം, ഡോഗ് ആവാം, എന്താവാം, കരന്മാരും ആവാം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോന്ന് വരുന്നതില്ലേ, ഈ ഓരോന്ന് വരുന്നതിന്റെ കൂടെ ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഏത് ഉപയോഗിക്കാം? ഹാസ് ആണ് ഉപയോഗിക്കുക. ഏത് ഉപയോഗിക്കാം? ഹാസിന്റെ അർത്ഥം എന്താ? ഉണ്ട്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്തിനാ രണ്ടെണ്ണം എന്നുള്ളത്? അതായത് ഒരെണ്ണം വരുന്നതിന്റെ കൂടെ ഹാസും, രണ്ടെണ്ണം വരുന്നതിന്റെ കൂടെ, 2-3 വരുന്നതിന്റെ കൂടെ ഹാവും കേട്ടോ. അങ്ങനെയാണ്. ഒരെണ്ണം വരുന്നതിന്റെ കൂടെ ഹാസും, 2, 3, 4 ഒക്കെ വരുന്നതിന്റെ കൂടെ, ഒന്നിൽ കൂടുതൽ വരുന്നതിന്റെ കൂടെ ഹാവും. അപ്പൊ നമുക്ക് ഒരെണ്ണം വരുന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം, കുറച്ച് ഉദാഹരണങ്ങൾ കേട്ടോ, ഇവർക്കൊക്കെ കേൾക്കണ്ടേ. ഒന്നാമത്തെ ഉദാഹരണമാണ് ഹി ഹാസ് എ ബ്രദർ. അവനൊരു ബ്രദർ ഉണ്ട്. അവൻ ഒരാളുള്ളൂ, അതാണ് ഹാസ് ഉപയോഗിച്ച്. ഹി ഹാസ് എ ബ്രദർ. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ട്. നമുക്ക് കാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാവ് എ കാർ പറയാത്തത്. ഷീ ഹാസ് എ കാർ. അവൾക്ക് കാറുണ്ട്. ഇനി ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് എ ഡോർ. വീടിന് എന്തുണ്ട്? ഡോർ ഉണ്ട്. പിന്നെ വീടിന് വിൻഡോ ഉണ്ട്. അപ്പൊ എങ്ങനെ പറയാ? ഇറ്റ് ഹാസ് എ വിൻഡോ. ഇതിന് വിൻഡോ ഉണ്ട്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. ഇറ്റ് ഹാസ് എ വിൻഡോ. ഇതിന് എന്തുണ്ട്? വിൻഡോ ഉണ്ട്. ഇറ്റ് ഹാസ് എ ഡോർ. ഇനി ആളെ പേരും പറയാം. ഉദാഹരണത്തിന് റിച്ചുവിന് ബൈസൈക്കിൾ ഉണ്ട്. റിച്ചു ഒരാളല്ലേ. അപ്പൊ റിച്ചു ഹാസ് എ ബൈസൈക്കിൾ. റിച്ചുവിന് ഒരു ബൈസൈക്കിൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മെയിൻ വെർബിന്റെ ഉപയോഗം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം വരുമ്പോ ഹാസും, ഒന്നിൽ കൂടിയാൽ ഹാവും. ഒരെണ്ണം ആവുമ്പോ ഹാസ്, ഒന്നിൽ കൂടിയാൽ ഹാവ്. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യത്തിന് പൊസഷൻ എന്നാ പറയാം. പൊസഷൻ അതായത് എന്തൊക്കെയാ നമുക്കുള്ളത്. നമുക്ക് വീടുണ്ടോ? വീടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ഹാവ്, അല്ലെ നമ്മൾ രണ്ടാളും അല്ലെ, നമുക്ക് വി ഹാവ് എ ഹൗസ്. അല്ലെ, നമുക്കൊരു വീടുണ്ട്. വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. നമുക്കൊരു ഭംഗിയുള്ള വീടുണ്ട് അല്ലെ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? വി ഹാവ് എ ബൈക്ക്. നമുക്ക് എന്തുണ്ട്? ബൈക്ക് ഉണ്ട്. നമുക്ക് കാർ ഇല്ലെങ്കിലും പറയാം എന്ത്? വി ഹാവ് എ കാർ. എനിക്കാണെങ്കിലോ ഐ ഹാവ് എ കാർ എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും പറയാൻ പറ്റും. ദേ ഹാവ് എ കാർ. അവർക്ക് കാർ ഉണ്ട്. ഇനി അവൾക്കാണെങ്കിലോ ഷീ ഹാസ് എ കാർ, അല്ലെങ്കിൽ ഷീ ഹാസ് എ സ്കൂട്ടി. അവൾക്ക് കാറല്ല, അവൾക്ക് എന്താ ഉള്ളത്? സ്കൂട്ടി. അപ്പൊ അവൾക്ക് സ്കൂട്ടി ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ഷീ ഹാസ് എ സ്കൂട്ടി. അങ്ങനെ നമുക്കിങ്ങനെ എന്തുണ്ട് എന്നും പറയാം. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, നിനക്കൊരു സിസ്റ്റർ ഉണ്ട് എന്ന് പറയാം, സഹോദരി. ഐ ഹാവ് എ സിസ്റ്റർ.
സിസ്റ്റർ. അപ്പൊ ഇതിന് നമ്മൾ പൊസഷൻ എന്നാ പറയാം കേട്ടോ. ഇത് നോക്കൂ, അടുത്തത് നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമുക്കങ്ങനെ പറയാൻ പറ്റും. അടുത്തത് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ, ബന്ധം. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഐ ഹാവ് എ ഫാദർ. എനിക്കൊരു അച്ഛനുണ്ട്, അച്ഛൻ. അല്ലെങ്കിൽ എനിക്കൊരു വാപ്പുണ്ട്. എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഐ ഹാവ് എ ഫാദർ. എനിക്ക് ഫാദർ ഉണ്ട്. ഞാൻ ഉപ്പച്ച എങ്ങനെ പറയാം? ഐ ഹാവ് എ സൺ. എനിക്കൊരു മകനുണ്ട്. ഐ ഹാവ് എ സൺ. സൺ, മകനക്ക് എന്താ പറയാ? സണ്ണ്. ഐ ഹാവ് എ സൺ. അതുപോലെ തന്നെ 2 കുട്ടികളുണ്ടെങ്കിലോ? ഐ ഹാവ് 2 കിഡ്സ്. ഐ ഹാവ് 2 കിഡ്സ്. ഐ ഹാവ് 2 ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഐ ഹാവ് 2 ചിൽഡ്രൻ. ഒരു മോൾ ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ഒരു മോൾ. ഐ ഹാവ് എ ഡോട്ടർ. മോൾ ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ഡോക്ടർ അല്ല, ഡോട്ടർ. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന ഡോക്ടർ, അത് ഡോട്ടർ. ഐ ഹാവ് എ ഡോട്ടർ. അപ്പൊ റിലേഷൻഷിപ്പാണ് രണ്ടാമത്തെ പറയുന്നത്. മൂന്നാമത് നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത് നമ്മൾ ഭക്ഷണം കഴിക്കൂലേ? നമ്മൾ ചായ കുടിക്കുന്നു. നമ്മളൊരു കപ്പ് ചായ കുടിക്കുന്നു. ഞാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ. ഞാനൊരു കപ്പ് ചായ കുടിക്കുന്നു. ഞാനൊരു കപ്പ് ചായ കുടിക്കുന്നു. ഞാനൊരു കപ്പ് ചായ കുടിക്കുന്നു. ഇനി ഉച്ചഭക്ഷണത്തിന് ലഞ്ച് എന്നാ പറയാം. ഉച്ചഭക്ഷണത്തിന് എന്താ പറയാ? ലഞ്ച്. നമ്മൾ 2 മണിക്ക് ലഞ്ച് കഴിക്കുന്നു. എത്ര മണിക്കാ? 2 മണിക്ക്. വി ഹാവ് ലഞ്ച് അറ്റ് 2 PM. വി ഹാവ് ലഞ്ച് അറ്റ് 2 PM. 2 മണിക്ക് നമ്മൾ ലഞ്ച് കഴിക്കുന്നു. 2 മണിക്ക് നമ്മൾ ലഞ്ച് കഴിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, ഓരോരോ കാര്യങ്ങൾ. നമ്മൾ കുളിക്കും, ഭക്ഷണം കഴിക്കും, അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ അല്ലേ, ഓരോ നമ്മൾ ചെയ്യൂലേ? അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ആക്ടിവിറ്റീസ്. നമ്മൾ സ്കൂളിലൊക്കെ ആക്ടിവിറ്റീസ് ഇല്ലേ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ. അതുപോലെ നമ്മൾ ആക്ടിവിറ്റീസ് എങ്ങനെ പറയാം? എങ്ങനെ ആക്ടിവിറ്റീസ് പറയാം? ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ നമ്മൾ വൈകുന്നേരത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് എന്ത്? ഡിന്നർ. അപ്പോ ഞാൻ ഇങ്ങനെ പറയാം. എങ്ങനെ പറയാന്നറിയാവോ? ഐ ആം ഗോയിങ് ടു ഹാവ് ഡിന്നർ. ഞാൻ ഡിന്നർ കഴിക്കാൻ പോകുന്നു. ഡിന്നർ കഴിക്കാൻ തുടങ്ങുന്നു. ഐ ആം ഗോയിങ് ടു ഹാവ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെങ്കിൽ അതാണ് എഴുതുക. അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണെങ്കിലോ ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. കുളിക്കുന്നതിനാണ് ബാത്ത് എന്ന് പറയാം. ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. ഇനി നമുക്ക് കുറച്ച് തമാശ, കുറച്ച് രസമാവാന്ന് എങ്ങനെ പറയാം? കുറച്ച് രസം. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ലെറ്റ് us have some fun. ലെറ്റ് us have some fun. നമുക്ക് കുറച്ച് തമാശ ആവാം. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ലെറ്റ് us have some fun. ലെറ്റ് us have some fun. ലെറ്റ് us have some fun. കുറച്ച് തമാശ ആവാം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ കുറേ സംസാരിച്ചതല്ലേ, നമ്മൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ലെറ്റ് us have a tea. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കാം അല്ലേ? അല്ലെങ്കിൽ ലെറ്റ് us have a ജ്യൂസ്. നമുക്ക് ജ്യൂസ് കുടിക്കാം അല്ലേ? ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ, നമ്മൾ ചായ കുടിക്കും, നമ്മൾ ചെയ്യാൻ പോണ കാര്യമാണ്. ലെറ്റ് us have a ജ്യൂസ്. നമ്മൾ ജ്യൂസ് കഴിക്കും. ഇതൊക്കെ പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനുള്ള പ്രത്യേകത. ശരീരത്തിനുള്ള പ്രത്യേകത. ഇപ്പൊ ചില കുട്ടികൾക്ക് ചുരുണ്ട മുടി ഉണ്ടാവും. ചുരുണ്ട മുടി. ചുരുണ്ട മുടിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ കേളി ഹെയർ എന്ന് പറയാം. എന്താ പറയാ? ചുരുണ്ട മുടി, കേളി ഹെയർ. ചുരുണ്ട മുടി എന്നാണ് കേളി ഹെയർ എന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ പറയാണ് മൈ ഫ്രണ്ട് ഹാസ് കേളി ഹെയർ. മൈ ഫ്രണ്ട് ഹാസ് കേളി ഹെയർ. എൻ്റെ സുഹൃത്തിന് ചുരുണ്ട മുടിയുണ്ട്. അതുപോലെ ഇനി മറ്റൊരു കാര്യമാണ് എനിക്ക് നല്ല നീല കണ്ണുണ്ട്. ഐ ഹാവ് ക്ലിയർ ബ്ലൂ ഐസ്. ഐ ഹാവ് ക്ലിയർ ബ്ലൂ ഐസ്. എനിക്ക് നല്ല നീല കണ്ണുണ്ട്. ഇനി നമ്മൾ തത്തയുടെ കാര്യം പറയാം. തത്തക്ക് ഇംഗ്ലീഷിൽ പാരറ്റ് എന്നാ പറയാം. നമുക്കറിയാം പാരറ്റിന് പച്ച തുകലുണ്ട്. നമ്മളെങ്ങനെ പറയാം? പാരറ്റ് ഹാസ് ഗ്രീൻ ഫെദേഴ്സ്. പാരറ്റ് ഹാസ് ഗ്രീൻ ഫെദേഴ്സ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ. പാരറ്റ്, തത്ത.
പാരറ്റ്സ് എന്ന് പറഞ്ഞാലോ പാരറ്റ്സ് തത്തകൾ. അപ്പൊ നമ്മൾ ഹാവ് ആക്കണം. പാരറ്റ്സ് ഹാവ് ഗ്രീൻ ഫെദേഴ്സ്. തത്തകൾക്ക് പച്ച തൂവലുണ്ട്. എന്നാൽ കാക്കക്കോ ക്രോ. ക്രോ ഹാസ് ബ്ലാക്ക് ഫെദർ, അല്ലെ ബ്ലാക്ക് ഫെദേഴ്സ്, കറുത്ത തൂവലുകൾ. ക്രോസ് ഹാവ്. കാക്കകൾക്ക് ഹാവ് ബ്ലാക്ക് ഫെദേഴ്സ്, എന്തുണ്ട്? പച്ച തുകലുകളുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, ആറാമത്തെ പറയുന്നത് ഇൽനസ്, അതായത് രോഗങ്ങൾ എങ്ങനെ പറയാം. നമുക്ക് പനി ഉണ്ടാവില്ലേ? പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് പനി ഉണ്ട് എന്ന് നമുക്ക് ഈ ഹാവ് വെച്ച് പറയാൻ പറ്റും. ഒരാളോട് പറയാണ് ഐ ഹാവ് ഫീവർ. ഐ ഹാവ് ഫീവർ ആൻഡ് കോഫ്. കോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയാണ്. ഐ ഹാവ്, ഞാൻ ഡോക്ടറോട് പോയിട്ട് പറയാം. ഡോക്ടർ എന്താ വന്നു കഴിയുമ്പോൾ ഡോക്ടറോട് പറയണം, ഇംഗ്ലീഷ് ഡോക്ടറാണ്. ഡോക്ടർക്ക് മലയാളം അറിയില്ല. മലയാളം അറിയാത്ത ഡോക്ടർ ആ ഡോക്ടറോട് ഇംഗ്ലീഷിൽ പറയാണ്, ഡോക്ടർ ഐ ഹാവ് ഫീവർ ആൻഡ് കോഫ്. ഡോക്ടർ എനിക്ക് പനിയും ചുമയും ഉണ്ട്. ഇനി നമ്മളെ പൊന്നൂനെ കൊണ്ടുപോയി. പൊന്നൂന് എന്താ? തലവേദന അല്ലേ? അപ്പൊ നമ്മളെങ്ങനെ പറയാം? ഷീ ഹാസ് ആൻ ഹെഡേക്ക്. ഷീ ഹാസ് ആൻ ഹെഡേക്ക്. പൊന്നൂന് എന്തുണ്ട്? തലവേദന ഉണ്ട്. കേട്ടോ, ഇത്തരം നമ്മൾ 6 എണ്ണം പറഞ്ഞത് ഹാവ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നോക്കൂ, ഒന്നാമത്തെ രൂപം ഹാവ് അല്ലേ? ഈ ഹാവിന്റെ കൂടെ നമ്മൾ എസ് ചേർത്തു, ഹാസ്. ഒരാളാവുമ്പോൾ ഉപയോഗിക്കാം ഹാസ്, ഒരുപാട് ആളാവുമ്പോൾ ഉപയോഗിക്കാം ഹാവ്. ഇനി നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഹാവിൻ്റെയും ഹാസിൻ്റെയും രണ്ടാമത്തെ രൂപം ഹാഡ്. ഏതാണ്? ഹാഡ്. ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. ഐ ഹാഡ് എ കാർ. ഇനി ഹാഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരാളാണെങ്കിലും ഉപയോഗിക്കാം, 2, 3 ആളൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. ഐ ഹാഡ് എ കാർ, എനിക്ക് കാർ ഉണ്ടായിരുന്നു. വി ഹാഡ് എ കാർ, നമുക്ക് കാർ ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ കാർ, അവർക്ക് കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷീ ഹാഡ് എ കാർ, അവൾക്ക് കാർ ഉണ്ടായി. ഇങ്ങനെ ഏതും പറയാൻ പറ്റും. ഇനി നമുക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതല്ലേ? അപ്പൊ നമ്മൾ ഹാവും പറയാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ ഇന്നലെ ജോലിക്ക് ചെന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്നില്ല. അപ്പൊ നമ്മളോട് ടീച്ചർ ചോദിക്കും. എന്താ ടീച്ചർ ചോദിക്കുക? എന്തുകൊണ്ട് നീ ആബ്സെന്റ് ആയിരുന്നു? എന്താണ് ഇന്നലെ വരാതിരുന്നത് അല്ലേ? അപ്പൊ നമ്മളോട് ചോദിക്കും വൈ. എന്തുകൊണ്ടായിരുന്നു? എന്തുകൊണ്ടായിരുന്നു താൻ ഇന്നലെ വരാതിരുന്നത്? അപ്പൊ നമ്മൾ എന്താ പറയാ? നമ്മൾ ടീച്ചറോട് പറയും. എന്താ പറയാ? ഐ ഹാഡ് എ പാർട്ടി യെസ്റ്റർഡേ. ഐ ഹാഡ് എ പാർട്ടി യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഹാവ് മെയിൻ വെർബാണ്. ഹാവ് മെയിൻ വെർബാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ ഒന്നും നോക്കിയാൽ നമുക്ക് വേറെ വെർബ് കാണാൻ പറ്റില്ല അല്ലെ? ഒന്നിനും എന്തുണ്ടാവില്ല? വേറെ വെർബ് ഉണ്ടാവില്ല. അതാണ് എന്തിന്റെ പ്രത്യേകത? മെയിൻ വെർബ് ആവുമ്പോൾ വേറെ ഒരു വെർബും ഉണ്ടാവില്ല. ഇനി ഹാവിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്, മറ്റൊരു യൂസ്. അതായത് ഹാവ് ഹെൽപ്പിംഗ് വെർബായിട്ട് അല്ലെങ്കിൽ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കും. ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. അപ്പൊ ആ സെന്റൻസിൽ ഹാവ് അല്ലാത്ത ഒരു മെയിൻ വെർബ് ഉണ്ടാവും. അപ്പൊ അവിടെ ഒരിക്കലും ഹാവ് എന്താവില്ല? മെയിൻ വെർബ് ആവില്ല. അവിടെ മെയിൻ വെർബ് ആയിട്ട് വേറെ വെർബ് ഉണ്ടായിരിക്കും. എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാലോ? എക്സാമ്പിൾ ഇപ്പച്ചി പറയണോ അതോ ഈ പറയാം? ആരാ എക്സാമ്പിൾ പറയുന്നത്? എന്നപ്പച്ചി പറയാം അല്ലെ? ഈ പറഞ്ഞോ അഥവാ തെറ്റിയാലോ? അപ്പൊ ഇപ്പച്ചി ഒരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് റിട്ടൺ എ നോവൽ. ഞാനൊരു നോവൽ എഴുതി. ഐ ഹാവ് റിട്ടൺ. ഇവിടുത്തെ മെയിൻ വെർബ് റിട്ടൺ എന്നുള്ളതാണ്. റിട്ടൺ എന്ന് കേട്ടിട്ടുണ്ടോ? റിട്ടൺ. ഒന്നാമത്തെ രൂപം റൈറ്റ്, എഴുതുക എന്നാണ് അർത്ഥം. രണ്ടാമത്തെ രൂപം റോട്ട്, എഴുതി. മൂന്നാമത്തെ രൂപമാണ് ഏത്? റിട്ടൺ, എഴുതപ്പെട്ടു. ഏതുപോലെ? ഒന്നാമത്തെ രൂപം ഹാവ് വന്നില്ലേ, അതേപോലെ റൈറ്റ്. രണ്ടാമത്തെ രൂപം ഹാഡ് വന്നു, അതേപോലെ റോട്ട്. മൂന്നാമത്തെ രൂപം ഹാഡ് തന്നെയാണ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. പക്ഷെ ഈ വെർബിന് മൂന്നാമത്തെ രൂപമുണ്ട്, റിട്ടൺ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ രൂപം വന്നിട്ടുണ്ട്, റിട്ടൺ. അപ്പൊ ഇവിടെ ഹാവ് എന്നുള്ളത് ഓക്സിലറി വെർബാണ്. ഹാവിന് വലിയ റോളൊന്നുമില്ല, ഒരു ഹെൽപ്പിംഗ് വെർബ്. വെർബ് ഉണ്ട്, ആ വെർബിനെ സഹായിക്കാം.
കാരണം ഈ സെന്റൻസിൽ വേറെ വെർബ് ഉണ്ട്. റിട്ടേൺ എന്നുള്ള വെർബ് ഇവിടെ ഉണ്ട്, അത് കാണാല്ലേ. റിട്ടേൺ എന്നുള്ള വെർബ് ഉണ്ട് അവിടെ, കണ്ടോ? റിട്ടേൺ എന്നുള്ള വെർബ് ഉണ്ട് അവിടെ. അതിനെ സഹായിക്കാനാണ് ഈ ഹാവ്. ഐന്റെ കൂടെ എപ്പോഴും ഹാവ് ഉപയോഗിക്കണം. എവിടെ? പ്രസന്റില്. ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കണം. അപ്പൊ എന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാവിന് പ്രത്യേക ഒരു പരിഗണന ഉണ്ട്. ഏതിന്? ഐ എന്നുള്ളതിന്. അതുകൊണ്ടാണ് ഐന്റെ കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. നമുക്ക് തൽക്കാലം ഐ ഒന്ന് മാറ്റി ഷീ ആക്കിയാലോ? ഷീ ആക്കുമ്പോൾ ഹാവ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഷീ എന്ന് പറഞ്ഞാല് ഒരാള്, ഒക്കെ പറ അവർ കേൾക്കട്ടെ. ഷീ എന്ന് പറഞ്ഞാല് ഒരാളുള്ളൂ. ഈ ക്ലാസ്സിൽ കഴിക്കുമ്പോൾ കുറച്ച് ഉഷാറിലിരിക്കണം കേട്ടോ. ഒരാളുള്ളൂ, ഒരു പെൺകുട്ടി. ചിലപ്പോൾ അത് പൊന്നു വയ്ക്കാറ്. കണ്ടോ? ഷീ ഹാസ് ബീൻ, അവിടെ ഷീ വന്നപ്പോ ഹാസ് ഉപയോഗിച്ചു. ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ 6 months. 6 മാസമായിട്ട് അവൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ കുട്ടികളെ, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പണ്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എപ്പോഴാണ് തുടങ്ങിയത്? 6 മാസം മുന്നേ അല്ലേ? പക്ഷെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ 6 months. 6 മാസമായിട്ട് അവൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 6 മാസമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആ പണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും തുടർന്നിരിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വലിയ പേരാണ്, പക്ഷെ പഠിക്കാനൊക്കെ എളുപ്പം. നോക്കൂ, അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കാം. അപ്പൊ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. അഥവാ മഴ പെയ്യുന്നുണ്ട് എന്ന് വെക്കാം. ഒരു 2 മണിക്കൂറായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നോക്കാം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കേട്ടോ? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ 2 hours, എത്ര സമയമായിട്ട്? 2 മണിക്കൂറായിട്ട്. 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ സെന്റൻസുകളിൽ ഇപ്പൊ ഒന്നാമത്തെ സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞാലോ? ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഞാനൊരു നോവൽ എഴുതപ്പെട്ടു. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് റിട്ടൺ, ഹാവ് മൂന്നാമത്തെ രൂപം, പ്രസന്റ് പെർഫെക്റ്റ്. അതായത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞൊരു കാര്യം, ഒരു നോവല് നമ്മളെ ഇപ്പം കൂടി കഴിഞ്ഞു. ഏതുപോലെ? ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടല്ലോ, ഇപ്പൊ എന്തായിക്കോട്ടെ, പുട്ടും പപ്പടോ അല്ലെങ്കിൽ പുട്ടും കടല എന്താണെങ്കിലും അത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇപ്പം കൂടി കഴിച്ചോളൂ. കഴിച്ച ഉടനെ. കുറെ ഒരാൾ നമ്മളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പോവാം. നമ്മളിപ്പം കൂടി കഴിച്ചിട്ടുള്ളൂ, കഴിച്ച ഉടനെ. അപ്പൊ പറയാം ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ, ഞാനിപ്പോ കഴിച്ചോളൂ. ഇത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്നാ പറയാം. പിന്നെ പറഞ്ഞത് ഒരുപാട് നാളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ 6 months, 6 മാസമായിട്ട്. അപ്പൊ ഇതില് ഹാസ് എന്നുള്ളതും ബീൻ എന്നുള്ളതും ഓക്സിലറി വെർബാണ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബാണ്. ഇതിലെ പ്രധാന വെർബ് എന്ന് പറഞ്ഞാൽ ലിവിങ് ആണ്. പ്രധാന വെർബ് ഏതാ? ലിവിങ്. ഈ ലിവ് ഉണ്ട്, ലിവ് കേട്ടിട്ടുണ്ടോ? ലിവ്, LIVE, ലിവ്. ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കാന്നാണ്. ഈ കേട്ടിട്ടുണ്ട്. ലിവ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാം. അതിൽ നിന്നും ഉണ്ടാക്കിയ രൂപമാണ് ഇത് ലിവിങ്. ഇതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതാണ് ഇവിടുത്തെ വെർബ്. ഒന്നാമത്തെ സെന്റൻസ് ഐ ഹാവ് റിട്ടൺ, അതിന് ഹാവ് ഹെൽപ്പിംഗ് വെർബാണ്, റിട്ടൺ എന്നുള്ളത് മെയിൻ വെർബാണ്. രണ്ടാമത്തേതിൽ ഹാസ്, അതുപോലെ തന്നെ ബീന് ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്, 2 എണ്ണം ഉണ്ട്. ഹെൽപ്പിംഗ് വെർബാണ് ബീനും തന്നെ. അതിൽ ലിവിങ് ആണ് എന്ത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, മെയിൻ വെർബ്. ഇനി മൂന്നാമത്തേതിലും അങ്ങനെ തന്നെ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 hours, 2 മണിക്കൂർ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ മുന്നേ തുടങ്ങി, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നോക്കാം. അപ്പൊ ഇതിലും ഹാസ് ബീന് ഹെൽപ്പിംഗ് വെർബാണ്. റെയിനിങ് എന്നുള്ളത്, റെയിനിങ്, റെയിൻ എന്ന് പറഞ്ഞാൽ മഴ, അത് തന്നെയാണ് അതിന്റെ വെർബ്. അതിന്റെ കൂടെ ING ചേർത്തു, തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കേണ്ടതുണ്ട്. നാളെ പരീക്ഷയാണെന്ന് വെക്കാം. നാളെ പരീക്ഷയാവുമ്പോൾ
പരീക്ഷയ്ക്ക്, നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെ മലയാളത്തിൽ പറയാം? ഇതിങ്ങനെയാണ് മലയാളത്തിൽ പറയാം. ഇങ്ങനെ അറിയോ? ഐ ഹാവ് ടു സ്റ്റഡി ഫോർ എക്സാം. ഐ ഹാവ് ടു സ്റ്റഡി, അതിനർത്ഥം ഞാൻ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മളൊരു ആവശ്യത്തെ, അല്ലെങ്കിൽ ഒരു കടപ്പാട്, ഒരു ആവശ്യത്തെ കാണിക്കാം. കാരണം നാളെ പരീക്ഷയാണ്, അപ്പോൾ നാളത്തേക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഒരു അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മൾ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ പറയാം. ഐ ഹാവ് ടു സ്റ്റഡി ഫോർ എക്സാംസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വെർബിന്റെ പേരെന്താ? ഹാവ് അല്ലേ? ഹാവിന് ഒന്നിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഹാസ് ഉണ്ട്, ഒരുപാട് എണ്ണങ്ങൾ കൂടെ ഉപയോഗിക്കുമ്പോൾ ഹാവ് ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾ ഹാവ് മെയിൻ വെർബായിട്ടും ഉപയോഗിക്കും, ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും. നമ്മൾ രണ്ടിനും എക്സാമ്പിൾസ് ഒക്കെ, നമ്മൾ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്, ഞാൻ റിച്ചുംപാടെ കൂടിയിട്ടുള്ള ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നോക്കൂ, അപ്പൊ റിച്ചുവിന് എന്താ പറയാനുള്ളത്? എല്ലാവരോടും എന്താ പറയാനുള്ളത്? അപ്പൊ നോക്കൂ, നിങ്ങൾ റിച്ചു പറഞ്ഞു കേട്ടോ. അതായത് എല്ലാ ആളുകളും, അതായത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ നോക്കുക, എല്ലാ ആളുകളും ഇപ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം, അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലെ? സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.